ഇന്ദ്രനീലും രാഹുലും ചേർന്ന് എഴുതി ഡയറക്റ്റ് ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്ന് പറഞ്ഞ് അങ്ങനെ തിയേറ്ററിലെത്തിയ സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്നത് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊരു അവര് ഇപ്പോ ഇറക്കാൻ പോകുന്ന ഒരു സീരീസ് ഓഫ് സിനിമയുടെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പോ എങ്ങനെയുണ്ട് സിനിമ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എന്താ പറയാ, ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു കില്ലിങ്സിന്റെ മിസ്റ്ററി അന്വേഷിച്ചു പോകുന്ന ഒരു ഡിറ്റക്റ്റീവിന്റെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ കഥ പറയുന്ന ആ ഗ്രാമത്തിലെ ആ വേൾഡ് ബിൽഡിംഗ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എഴുത്തുകാർ സംവിധായകരായ ഈ ഡ്യൂയോക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ ഇന്ദ്രനീലിനും രാഹുലും അഭിമാനിക്കുക ഒരു വളരെ നല്ല പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. പ്രകടനത്തിന്റെ കാര്യത്തിൽ സിജു വിൽസൺ ആണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ, കോട്ടയം നസീർ, അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ റീൽസിലൂടെ സുപരിചിതരായ അമീൻ, അങ്ങനെയുള്ളവർ എല്ലാവരും, നിഹാൽ, എല്ലാവരും പ്രകടനത്തിൽ മികച്ചു നിന്നു. കഥാപരമായി ഈ സിനിമയുടെ സവിശേഷത എന്ന് പറയുന്നത് ഒരു ഒരു കാർട്ടൂൺ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സൂപ്പർമാൻ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകളിൽ, അല്ലെങ്കിൽ ബാറ്റ്മാൻ പോലുള്ള സിനിമകളിൽ അവരുടെ ഒരു പ്രത്യേക വേൾഡും അവിടെ നടക്കുന്ന കുറെ ക്യാരക്ടേഴ്സും അവർക്കിടയിൽ സംഭവിക്കുന്ന കഥകളും അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ. അങ്ങനെ ഒരു ഗ്രാമം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാമത്തില് ഒരു പ്രശ്നവും നടക്കാത്ത ഒരു ഗ്രാമത്തില് പെട്ടെന്ന് തുടർച്ചയായിട്ടുള്ള കൊലകൾ നടക്കുകയാണ്, ഒരു സീരിയൽ കില്ലർ അവതരിക്കുകയാണ്. അപ്പോൾ ആ കൊലകൾക്ക് പിന്നിൽ ആര് എന്നുള്ള അന്വേഷണമാണ് ഈ സിനിമയെ വളരെ ത്രില്ലിംഗ് ആയിട്ട് നിലനിർത്തുന്ന ഒരു അന്വേഷണമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. പിന്നെ സിനിമയിൽ ഈ കൊലയാളിയെ കണ്ടുപിടിക്കുക എന്നുള്ള ആ ത്രില്ലിങ്ങിന് അപ്പുറത്തേക്ക് ഈ അവിടുത്തെ ഒരു ലോക്കൽ ഡിറ്റക്റ്റീവ് ആണ് ഇതിനകത്ത് ധ്യാൻ ശ്രീനിവാസനെ അവതരിപ്പിക്കുന്ന ഉജ്ജ്വലൻ എന്ന കഥാപാത്രം. അപ്പോൾ പലപ്പോഴും ഉജ്ജ്വലന്റെ കണ്ടുപിടുത്തങ്ങൾ പാളുന്നുണ്ട്. ഒരു പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആട്ടിൻകുട്ടിയെ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള വാഴക്കൊല കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ പോലീസിനെ സഹായിച്ചിട്ട്, അതുപോലെ റോണി അവതരിപ്പിച്ച സച്ചിൻ എന്ന പോലീസ് വേഷവും ധ്യാനും തമ്മിലുള്ള ഇന്ററാക്ഷൻസും വളരെ രസകരമായ ഒരുപാട് മൊമെന്റ്സ് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ധ്യാൻ ശ്രീനിവാസന് ഈ ഒരു സീരീസ് ഓഫ് കൊലപാതകങ്ങൾ ഒരു എന്താ പറയാ കുറച്ചുകൂടെ വലിയൊരു ടാസ്ക് കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ആദ്യ നിഗമനത്തില് ഒരു പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തുകയും ആ തീരുമാനം ശരിയായിരുന്നോ അല്ലയോ, ആ കണ്ടുപിടുത്തം ശരിയായിരുന്നോ അല്ലയോ എന്നുള്ളതിലേക്ക് നീങ്ങുമ്പോഴാണ് സിജു വിൽസന്റെ ശംഭു എന്നുള്ള പോലീസ് ക്യാരക്ടർ വരുന്നത്. അപ്പോ പിന്നെ കൊലയാളിയെ കണ്ടുപിടിക്കുക എന്നുള്ള ത്രില്ലിനപ്പുറത്ത് അതുപോലെ തന്നെ ഒരു ലോക്കൽ ഡിറ്റക്റ്റീവായ ധ്യാനും പോലീസ് ഓഫീസറായ സിജു വിൽസണും അവര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനും കൂടി വരുമ്പോൾ കഥ കൂടുതൽ കുഴയുകയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി മാറുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ റമീസ് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പല സീനുകളിലും ഗംഭീരമായിട്ട് സിനിമയെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഫാന്റസി സ്റ്റോറീസ് പറയുമ്പോൾ നമുക്കറിയാം ആന്റഗോണിസ്, അതായത് ഈ വില്ലൻ ക്യാരക്ടേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ മിന്നൽ മുരളിയിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ അതിശക്തനായ ഒരു വില്ലൻ കഥാപാത്രം, അദ്ദേഹത്തിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും ഈ സിനിമയ്ക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടുതൽ പേരും വിവരങ്ങളും പറയുന്നില്ല, സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട്. ആ അഭിനയിച്ച നടൻ വളരെ ഗംഭീരമായിട്ട് ആ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ബാക്ക് സ്റ്റോറിയും ആ ഒറിജിൻ സ്റ്റോറിയും വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, ആ ഇമ്പാക്റ്റും തന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസന്റെ സമീപകാല സിനിമകളിൽ വളരെ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളാണ് നമുക്ക് ഒരു എന്താ പറയാ നല്ല സിനിമ, വാച്ചബിൾ സിനിമ എന്നുള്ള രീതിയിൽ വരുന്നത്. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ധ്യാൻ ശ്രീനിവാസനെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് നന്നായിട്ട് ആ റോൾ ഇണങ്ങുന്ന രീതിയിൽ ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് ഇത് അണിയിച്ചിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഈ ഗ്രാമ പശ്ചാത്തലം, ക്യാമറ ഒപ്പിയെടുത്ത രംഗങ്ങളും ആ ഗ്രാമ പശ്ചാത്തലത്തെ വളരെ മിഴിവുറ്റതാക്കി സ്ക്രീനിൽ കൊണ്ടുവരാൻ ക്യാമറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ടെക്നിക്കലി നല്ല പെർഫെക്ഷൻ ഉള്ള ഒരു മർഡർ മിസ്റ്ററിക്ക് വേണ്ട എല്ലാ ത്രില്ലിംഗ് എലമെന്റ്സും നിറഞ്ഞ ആക്ടേഴ്സിന്റെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു നല്ല ഫൺ പാക്ഡ് ആയിട്ടുള്ള അതേസമയം ത്രില്ലും നിറച്ചിട്ടുള്ള, പിന്നെ അത്യാവശ്യം വയലൻസ് വളരെ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ കൊലപാതകങ്ങൾ. അത് അടുത്ത കാലത്തായിട്ടുള്ള സിനിമകൾ, അത് ചിലപ്പോ കുട്ടികളെ കൊണ്ടുപോകുന്നവർ അത്രയും രംഗങ്ങളെ ശ്രദ്ധിക്കേണ്ടി വരും എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാവുന്ന രസകരമായ ഒരു സിനിമയായിട്ടാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വന്നിരിക്കുന്നത്. കണ്ടവർ അഭിപ്രായം പറയുമല്ലോ. താങ്ക് യു.